നോട്ടത്തിൽ അതൊരു കഥയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ വേറൊരു കഥയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടുത്തെ ബഹ്റിൻ രാജാവ് ഉമ്മൻചാണ്ടി സാറിനെ ഒരു മുഖ്യമന്ത്രിയായിട്ടല്ല, ഒരു രാഷ്ട്ര തലവനെ പോലെയാണെന്ന് സ്വീകരിച്ചത്. പക്ഷെ ഇത് നിങ്ങളുടെ എന്തൊരു രാജ്യമാണ്, ഇത് ഗോഡ്സ് ഓൺ കൺട്രി ആണോ, ഡെവിൾസ് ഓൺ കൺട്രി ആണോ എന്നൊക്കെയാണ് അവര് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. 2014 മുതൽ അദ്ദേഹത്തിന് രോഗത്തിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. ഞാൻ ഉടനെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്കോ അല്ലെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്കോ ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റും. കേരളത്തിലെ ജനങ്ങൾ ആദ്യം നോക്കുന്നത് എങ്ങനെ ഇത് ഉമ്മൻചാണ്ടി സാറിനോടൊന്ന് സംസാരിക്കാൻ പറ്റും, എങ്ങനെ ഇത് അദ്ദേഹത്തിന്റെ മുന്നിലെത്തിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഖജനാവിലെ പണമെടുത്തുകൊണ്ട് വിദേശത്ത് പോയി ചികിത്സ നടത്തുന്നതിനോട് അദ്ദേഹം ഒരിക്കലും യോജിച്ചിരുന്നില്ല. സാറിന്റെ കൂടെ യാത്രയൊക്കെ പോകുമ്പോൾ സാറിന്റെ പെട്ടിയെടുക്കാനോ ഒന്നും ഒരിക്കലും ആരെക്കൊണ്ടും സമ്മതിക്കില്ല. എല്ലാം സ്വന്തമായിട്ട് കിട്ടും. ഒബാമയ്ക്ക് കത്തെഴുതിയ ഒരു കഥയുണ്ടല്ലോ. അത് ആക്ച്വലി ഒരു എക്സാജറേറ്റഡ് കഥയാണ് സാറിനെ കുറിച്ച് പറയുന്നത്. പക്ഷെങ്കില് സാറ് പിന്നെ ഈ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനൊക്കെ കത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഈ ദക്ഷിണ കൊറിയന്ന് വലിയ തോതിൽ കേരളത്തിലെ മീഡിയയ്ക്കൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എങ്ങനെയാ വരുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഈ ആരാണ്ട് ചെന്ന് ഒരു സൂചനക്ക് വേണ്ടിയിട്ട് അവിടെ DCCയുടെ ഒരു പരിപാടിക്കോ ഒരു സപ്ലിമെന്റ് ഇറക്കാനാണോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പം പിന്നെ അവർ സാറിനൊരു സൂര്യറിന് ഇറക്കാൻ നമുക്ക് ഇവർക്ക് ദക്ഷിണ കൊറിയ എന്ന പ്രസിഡന്റിനോട് പറഞ്ഞ ഒരു പരസ്യം കിട്ടുമെന്ന് പറഞ്ഞ് അവർ വന്ന് ആവശ്യപ്പെട്ടു. സാർ എന്തായാലും അവർക്ക് കത്ത് എഴുതി ഒരു പരസ്യവും കിട്ടി, അതിന്റെ പൈസയും കിട്ടി. അപ്പൊ ആ കാര്യത്തിൽ ആ രീതിയിൽ സാറ് ആർക്കും എഴുതും, ഒബാമയ്ക്കും എഴുതും. ഇപ്പൊ ഉണ്ടായിരുന്ന ട്രംപിനും കത്ത് എഴുതിയല്ലേ അല്ലെ? അത് കഴിഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെ വർഷമായിരുന്നു പബ്ലിഷ് ചെയ്തത്? അതാ കുഞ്ഞുഞ്ഞുകളുടെ 1ാം ഭാഗം. ഈ കുഞ്ഞുഞ്ഞുകളെ ആക്ച്വലി ഒരു അത്യാവശ്യം നല്ല ഹിറ്റ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു അനക്ഡോട്ട്സ് വെച്ച് അധികം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടില്ല. മാത്രമല്ല ഇത് മുഴുവൻ ഒരു പ്രമുഖനായ കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു നേതാവിന്റെ കഥകളാണ്. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ അടുപ്പക്കാരെ കളിയാക്കിക്കൊണ്ടൊക്കെയുള്ള ഒരു പുസ്തകം എന്നുള്ള നിലയിൽ അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. പക്ഷെ ഞാനതിനെ വെറും കഥകളായിട്ടല്ല അവതരിപ്പിച്ചു. ഈ കഥകളിൽ കൂടിയെല്ലാം സാറിന്റെ സാറിന്റെ ഒരു പോപ്പുലാരിറ്റി, സാർ എങ്ങനെയാണ് ആളുകളെ കൈകാര്യം ചെയ്യുന്നത്, പിന്നെ ആളുകൾക്ക് എന്തുമാത്രം ആക്സസിബിൾ ആണ്, ആ രീതിയിലൊക്കെ ഉള്ള ഒരു വിശകലനം എന്ന മട്ടിലാണ് ഞാൻ ഈ കഥകളെ എല്ലാം അവതരിപ്പിച്ചത്. അത് ഒറ്റ നോട്ടത്തിൽ അതൊരു കഥയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ വേറൊരു കഥയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആളുകൾക്ക് പെട്ടെന്ന് ആളുകളുമായിട്ട് കണക്ട് ചെയ്യും. അത് മറ്റേ കുഞ്ഞു കുഞ്ഞു കഥകൾക്ക് 2 ഭാഗങ്ങളും കൂടെ കുഞ്ഞു കഥകളെ 2 ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2016 മുമ്പ് അത് ഇറങ്ങി. പിന്നെ ഒരു കുഞ്ഞു കഥകൾ ഇറങ്ങിയത് 2019 അന്നത് കോവിഡ് കാലത്ത് ഉമ്മൻചാണ്ടി സാറ് ചെയ്ത പ്രവർത്തനങ്ങളാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വന്നത്. അപ്പൊ കോവിഡ് കാലത്ത് ആർക്കും പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല, എല്ലാവരും വീട്ടിൽ കയറിയിരിക്കുകയാണ്. പക്ഷെ ആളുകൾക്ക് ഒരുപാട് സഹായത്തിന്റെ ഒരു ആവശ്യമുണ്ട്. അന്നേരമാണ് സാറിന് ആക്ച്വലി അന്ന് ശബ്ദമൊക്കെ തീരെ മോശമായിട്ടിരിക്കുന്ന സമയമാണ്. സാറ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ഇതുപോലെ അന്ന് ധാരാളം പേര് രാജ്യത്തിനകത്തും പുറത്തും നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ച് ദുരിതം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ആളുകൾക്ക് കേരളത്തിലേക്ക് വരാനും കേരളത്തിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനൊന്നും വയ്യാത്തൊരവസ്ഥ. അപ്പൊ സാർ ഒരു കുറിപ്പിട്ടു, ഞാൻ എന്റെ ഫോൺ നമ്പർ ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാറുണ്ട്. അപ്പം വീട്ടില് അന്ന് സഹായികൾ ആരുമില്ല, കാരണം ഈ ലോക്ക്ഡൌൺ കാരണം ആർക്ക് എത്താൻ പറ്റില്ലല്ലോ. സാറ് തന്നെ അവിടെ ഇരുന്ന് ഒരു നോട്ട്ബുക്കും എടുത്ത് 2 ഫോണും ഇരുന്ന് ചിലയ്ക്കാൻ തുടങ്ങി. സാറ് മുഴുവൻ കോളും അറ്റൻഡ് ചെയ്ത് എല്ലാം എന്നിട്ട് കുറിച്ചെടുക്കുക. അങ്ങനെ
10,000 കോളുകളാണ് ആ ശബ്ദമില്ലാത്ത സമയത്ത് പോലും ഇരുന്ന് അറ്റൻഡ് ചെയ്ത് പിന്നെ അതിനകത്ത് ഒരുപാട് പേരെ സഹായിച്ച സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു രസകരമായ സംഭവം ആ സാറ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എഴുതിയിട്ടുമുണ്ട്. അതായത് അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ പോകുന്ന കുട്ടികള് 3-4 പെൺകുട്ടികൾ അവർ വഴിതെറ്റി എവിടെയോ കറങ്ങി തിരിഞ്ഞു പോയപ്പോഴത്തേക്കും അവര് എങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് മുഖ്യമന്ത്രിയുടെ നമ്പർ എടുത്ത് ഫോൺ ചെയ്തു. പക്ഷെ മുഖ്യമന്ത്രിയെ അവര് വിളിച്ചത് പിണറായി വിജയനെ ആണെങ്കിലും കിട്ടിയത് ഉമ്മൻചാണ്ടി സാറിനെയാണ്. കാരണം ഈ ഡയറിയിലൊക്കെ മുഖ്യമന്ത്രി എന്ന് മാത്രമല്ലേ കാണത്തുള്ളൂ. പഴയ മുഖ്യമന്ത്രിയുടെ നമ്പറിലാണ് അവർ വിളിച്ചത്. അപ്പം പിന്നെ അത് മുഖ്യമന്ത്രി അല്ലേ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞല്ല, ഞാൻ പഴയ മുഖ്യമന്ത്രിയാണ് എന്നും പറഞ്ഞാണ് സംസാരിച്ചത് തന്നെ. അപ്പൊ അവരവരുടെ ഒരു വിഷമം പറഞ്ഞതുപോലെ ഞങ്ങള് പെട്ട് കിടക്കുകയാണ് തമിഴ്നാട്ടിൽ എവിടെയോ ഒരു ഇന്റീരിയലാണ്. സാറ് പറഞ്ഞു നിങ്ങൾ ഏറ്റവും ഗൂഗിളൊക്കെ ഉണ്ടല്ലോ കയ്യില്, അത് വെച്ച് ഏറ്റവും നിയർ ബൈ ഒരു പോലീസ് സ്റ്റേഷൻ തപ്പിയെടുത്തിട്ട് അവിടെ ചെല്ലണം, എന്നിട്ട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ അവരെങ്ങനെയോ തപ്പിപ്പിടിച്ച് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർ സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞു അവിടെ സ്റ്റേഷൻ ഓഫീസർക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ സ്റ്റേഷൻ ഓഫീസറോട് പിന്നെ സാറ് പതിപോലെ പുള്ളി എപ്പോഴും മയത്തിലാണല്ലോ, ഞാൻ ഉമ്മൻചാണ്ടി ആണ് എന്നും പറഞ്ഞാണ് എപ്പോഴും സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് പിന്നെ ഞാൻ ഉമ്മൻചാണ്ടിയാണ്, പഴയ മുഖ്യമന്ത്രിയാണ്, ഇപ്പോൾ എന്റെ 2 കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്, അവരെ ഒന്ന് സഹായിക്കണം പറഞ്ഞ അവര് ഉറപ്പായിട്ടും ഞങ്ങൾ സഹായിക്കാം, പക്ഷെങ്കില് ഈ എന്തിനാ നിങ്ങൾ ഈ ഉമ്മൻചാണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിരട്ടുന്നത്? ഇപ്പൊ നിങ്ങൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. അതിന് ഈ പഴയ മുഖ്യമന്ത്രിയുടെ പേരൊക്കെ എന്തിനാ എടുത്തുപയോഗിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ അദ്ദേഹത്തിനെ അങ്ങനെ ദുരുപയോഗം ചെയ്യേണ്ടതാണോ അദ്ദേഹത്തിന്റെ പേര് എന്നൊക്കെ ചോദിച്ച് ഈ പോലീസുകാരൻ പുള്ളിക്കൊരു സ്റ്റഡി ക്ലാസ് ഒക്കെ എടുത്തു. അപ്പൊ ഈ പെൺകുട്ടികൾ അവരോട് പറഞ്ഞു അല്ല അത് ഉമ്മൻചാണ്ടി സാറ് തന്നെയാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് പോലീസുകാരൻ ഒരു ഭയങ്കര ഒരു ഷോക്ക് പോലെ, ഒരു മുൻ മുഖ്യമന്ത്രിയൊക്കെ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് ഒരു സഹായം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്തായാലും ആ കുട്ടികളെ പോലീസുകാരെ സഹായിച്ചു. അവര് ഒരു എക്സ്ട്രാ സുരക്ഷിതത്വമൊക്കെ കൊടുത്ത് അവരെ എത്തിച്ചു. അങ്ങനെയുള്ള കഥകളാണ് ഈ മൂന്നാമത്തെ കുഞ്ഞുണ്ണി കഥകൾക്കകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് പിന്നെ വേറെ രണ്ടാമത്തെ കുഞ്ഞുണ്ണി കഥകൾക്കകത്ത് ഇന്ത്യയിലും പുറത്തുമുള്ള കാർട്ടൂണിസ്റ്റുകളെല്ലാം 50ഓളം കാർട്ടൂണിസ്റ്റുകൾ സാറിന്റെ ഒരു കാരിക്കേച്ചർ ചെയ്തിരുന്നു. അതും അതിനെ ആ പുസ്തകത്തിനെ ശ്രദ്ധേയമാക്കി. അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ 3 എണ്ണം നന്നായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് തമിഴിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു, റഷ്യൻ ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു, ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ അതൊരു മൾട്ടി ലിംഗ്വൽ ആയിട്ടത് നന്നായിട്ടത് പോയിരുന്നു. അങ്ങനെ കുഞ്ഞുഞ്ഞു കഥകൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ഈ വിസ്മയതീരത്ത് വന്നത്. ഈ വിസ്മയതീരത്തിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ അനുഭവങ്ങളിൽ കൂടി ഉമ്മൻചാണ്ടി സാറിനെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഓൾറെഡി അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഇറങ്ങിക്കഴിഞ്ഞു, പിന്നെ നമുക്ക് അതിനപ്പുറം ഒന്നും ഇനി അതിനകത്ത് എഴുതാനില്ല. ഞാന് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവങ്ങള് അനക്ഡോട്ട്സുകള് ആ രീതിയിൽ കൂടിയാണ് ഉമ്മൻചാണ്ടി സാറിനെ അവതരിപ്പിച്ചത്. അതിനകത്തും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടി സാറ് എന്തുമാത്രം കാരുണ്യം, കമ്പാഷൻ, അതുപോലെ തന്നെ ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ എന്റെ ഒരു ആംഗിളിൽ കൂടി അദ്ദേഹത്തെ കൂടുതലായി കണ്ടെത്തുക എന്നാണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ വിദേശ യാത്രകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതിന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? അത് ഈ ജനസമ്പർക്ക പരിപാടി പിന്നെ സാറ് 3 തവണ ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്. ആ 3 ജനസമ്പർക്ക പരിപാടികളിലും ഞങ്ങള് സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ജോ ജേക്കബാണ് അതിന്റെ നോഡൽ ഓഫീസറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം ജനസമ്പർക്ക പരിപാടിക്കകത്തുണ്ട്. ആ ജനസമ്പർക്ക പരിപാടി ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഹ്യൂമൻ ടച്ചുള്ള എക്സസൈസ് ആണ്. അത് ലോകത്തിൽ ഒരു ഭരണാധികാരിയും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല, ഇനി ആർക്കും നടപ്പാക്കാനും ആവത്തില്ല. ആ പശ്ചാത്തലത്തിലാണ് UN-ന്റെ പുരസ്കാരം ഉമ്മൻചാണ്ടി സാറിന് കിട്ടുന്നത്. ഞങ്ങളുടെ ഓഫീസ് തന്നെയാണ് അതിന്റെ അപേക്ഷയെല്ലാം തയ്യാറാക്കി പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അയച്ചു കൊടുത്ത് അവരുടെ 3 തല
സ്ക്രൂട്ടണിക്ക് ശേഷമാണ് അവര് ഈ ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവ്, അതായത് പബ്ലിക് ഇനിഷ്യേറ്റീവ്, പ്രോ പീപ്പിൾ പബ്ലിക് ഇനിഷ്യേറ്റീവ് ആയിട്ട് അവര് അതിനെ വിലയിരുത്തി അതിന് അവാർഡ് കൊടുക്കുന്നു. അപ്പൊ ഈ അവാർഡ് കൊടുത്ത് പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടിയത്. ഇനി ആർക്കെങ്കിലും കിട്ടുമോ എന്നറിയത്തില്ല. പിന്നെ അതും കഴിഞ്ഞിട്ട് ഇത്രയും വലിയ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിനെതിരെ ഇവിടെ ഇടതുപക്ഷം വലിയ സംഘടിതമായ ആക്രമണങ്ങൾ നടത്തുന്നത്. അപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇൻബോക്സ് നിറഞ്ഞു ഇവിടെ നിന്നുള്ള ഇമെയിലുകൾ കൊണ്ട്. അതായത് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ സോളാർ കേസൊക്കെയാണ് നിൽക്കുന്ന ഒരു വിഷയമാണ്, അപ്പൊ ഇങ്ങനെ വിവാദത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഐക്യരാഷ്ട്ര സംഘ എന്നിട്ട് ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേക ഫോർമാറ്റ് തന്നെ ഉണ്ടാക്കി പാർട്ടി അണികളിലും എല്ലാം കൊടുത്ത് അവരെ കൊണ്ടെല്ലാം ഇങ്ങനെ ആയിരക്കണക്കിന് പരാതികളാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ചെല്ലുന്നത്. അപ്പൊ നമ്മൾ അവിടെ ബഹ്റൈനിൽ വെച്ചായിരുന്നു അവാർഡ് ദാനം. അവിടുത്തെ ബഹ്റൈൻ രാജാവ് ഉമ്മൻചാണ്ടി സാറിനെ ഒരു മുഖ്യമന്ത്രിയായിട്ടല്ല, ഒരു രാഷ്ട്ര തലവനെ പോലെയാണെന്ന് സ്വീകരിച്ചത്. ആ രീതിയിലുള്ള ഒരു സൃഷ്ടിയൊക്കെയാണ് അവിടെ കിട്ടിയത്. അപ്പൊ അന്ന് മലയാളികൾ ഒരുപാട് പേര് ബഹ്റിനിലായതുകൊണ്ട് സമീപ ഗൾഫ് കൺട്രീസിലെ മലയാളികളെല്ലാം വന്ന് വളരെ ജനനിബിഡമായിട്ടുള്ള ഒരു സദസ്സിനകത്ത് വെച്ചാണ് സാറ് അവാർഡ് വാങ്ങിയത്. സാറ് പതിവ് പോലെ ഒരു മുണ്ടും ഷർട്ടും ഒരു തേഞ്ഞ ചെരുപ്പും ഒക്കെ ഇട്ടാണ് അന്ന് അവിടെ കയറി. ലോകത്തിന്റെ നെറുകയിലാണെന്നോ നിൽക്കുന്നതെന്ന് ഓർക്കണം. അപ്പോഴും ആ മുണ്ടും ഷർട്ടും ആ തേഞ്ഞ ചെരുപ്പും ഒക്കെ ധരിച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് അവാർഡ് മേടിച്ചത്. പക്ഷെ ജനങ്ങൾ മൊത്തം ഭയങ്കര കയ്യടിയും ഒക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് നമ്മളോട് ഇങ്ങനെ അനൗദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയിൽ പറയുന്നത്, ഞങ്ങള് എത്രയോ കാലമായിട്ട് UN പബ്ലിക് സർവീസ് അവാർഡ് കൊടുക്കുകയാണ്. ലോകത്തിലുള്ള എത്രയോ രാജ്യങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു, എത്രയോ ഭരണാധികാരികൾക്ക് കൊടുത്തിരിക്കുന്നു. ഞങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്തല്ലാതെ ഇങ്ങനെ ഒരു അവാർഡ് റദ്ദാക്കണമെന്നും പറഞ്ഞ് ഒരു രാജ്യത്തു നിന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു കത്ത് പോലും ലഭിച്ചിട്ടില്ല. പക്ഷെ ഇത് നിങ്ങളെ എന്തൊരു രാജ്യമാണ്, ഇത് ഗോഡ്സ് ഓൺ കൺട്രി ആണോ ഡെവിൾസ് ഓൺ കൺട്രി ആണോ എന്നൊക്കെ അന്ന് അവര് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊരു സാറിനൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. നമുക്ക് ഈ പുസ്തകത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല് പ്രതിപക്ഷ നേതാവിന്റെ കൂടെയും മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് കണ്ട ഒരു വിസ്മയ കാഴ്ചകളാണ് PT കാഴ്ചപ്പാടില് ഈ ബുക്കിനകത്ത് പ്രതിപാദിച്ചേക്കണേ. അപ്പൊ അതിന്റെ ഒരു ബുക്കിന്റെ ഒരു അവസാനം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ അനുഭവങ്ങൾ ആണ് ഇതിനകത്ത് മെയിനായിട്ടും നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു സാമാന്യം വലിയ ഒരു ബുക്കാണ്. 412 പേജുള്ള ഒരു ബുക്കാണ്. അതിന് 500 രൂപയോളം വിലയുണ്ട്. DC ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ 5-6 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകത്തെ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന 2004-2006 പീരീഡ്, പിന്നീട് 2006-2011 വരെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനം, പിന്നീട് 2011 തൊട്ട് 2016 വരെയുള്ള മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം, അതാണ് ഏറ്റവും സംഭവബഹുലമായ ഒരു കാലഘട്ടം. പിന്നീട് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയാണ്. 2014 മുതൽ അദ്ദേഹത്തിന് രോഗത്തിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ ആൻജിയോഗ്രാം ചെയ്തതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച്. അപ്പോ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ അന്ന് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയപ്രകാശുമായി സംസാരിച്ചിരുന്നു. അപ്പൊ ഇവരെല്ലാവരും ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ജയപ്രകാശിന് തന്നെ ഒരു ചെറിയ ടെൻഷനൊക്കെ വന്നു. അപ്പൊ അദ്ദേഹം ഇവരെല്ലാവരും ആവശ്യപ്പെട്ടത് വിദേശത്ത് പോയി ട്രീറ്റ് ചെയ്യണം, അതിന് വേണ്ടുന്ന എല്ലാ സഹായവും പാർട്ടി ചെയ്യും എന്നാണ്. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനിവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ, എനിക്കൊരു അസുഖം വന്നു, ഞാൻ ഉടനെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്കോ അല്ലെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്കോ ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന, ജനങ്ങൾക്ക് എന്ത്
ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റും. അതായത് എന്റെ കീഴിലുള്ള ഒരു ആരോഗ്യ വകുപ്പിൽ, ഇവിടുത്തെ ആതുരാലയങ്ങളിൽ, ഇവിടുത്തെ ഡോക്ടർമാരിൽ എനിക്ക് വിശ്വാസമില്ല എന്നല്ലേ അത് ജനങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു സ്ഥലത്തേക്കല്ലേ ഞാൻ നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് ആൾക്കാരെ പറഞ്ഞയക്കേണ്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വിദേശ ചികിത്സ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പിന്നീട് ചികിത്സ നടത്തിയത്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ ക്യാൻസർ ഒരു സ്റ്റേജിലെത്തിയിരുന്നു. അന്നും അദ്ദേഹത്തെ വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനായിട്ട് മുറവിളി ഉണ്ടായി. പല സമ്മർദ്ദങ്ങളുടെയും ഫലമായ 13 ആശുപത്രികളിൽ അദ്ദേഹത്തെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോഴും തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വിദേശത്തെ ആ ചികിത്സയും സൗകര്യവും ഒക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അത് തന്നെയാണ് എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിദേശ ചികിത്സയോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ സാറിന്റെ ആ നിലപാട്, അതായത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലുമെല്ലാം ചികിത്സ നടത്തുമ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഖജനാവിലെ പണമെടുത്തുകൊണ്ട് വിദേശത്ത് പോയി ചികിത്സ നടത്തുന്നതിനോട് അദ്ദേഹം ഒരിക്കലും യോജിച്ചിരുന്നില്ല. അങ്ങനെ അത് ചികിത്സയുടെ അത്തരം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹം പിന്നെ ചികിത്സയ്ക്കായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയത്. ബാംഗ്ലൂരിൽ 2 തവണ ഞാൻ HCG ഹോസ്പിറ്റലിൽ 2 തവണ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ആദ്യത്തെ തവണ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും PET സ്കാൻ ചെയ്ത് അദ്ദേഹം വളരെ ക്ഷീണിതനായി കിടക്കുകയാണ്. ഒരു ഇരുണ്ട മുറിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ഞാൻ അകത്ത് കയറി. അപ്പം എന്തായാലും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഒന്ന് ഞാൻ കൈകുപ്പി കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത്രയും മാത്രം പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. 2ാം തവണ ചെന്നപ്പോൾ അന്ന് കുറച്ചുകൂടെ മോശകരമായ അവസ്ഥയിലായതുകൊണ്ട് അന്ന് സന്ദർശിക്കാനൊന്നും സാധിച്ചില്ല. അപ്പം രോഗവുമായി അദ്ദേഹം ഒരു നീണ്ട യുദ്ധം, ഏതാണ്ട് 8 വർഷം രോഗവുമായി അദ്ദേഹം ഒരു നീണ്ട യുദ്ധം തന്നെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് സംബന്ധിക്കുന്ന ഒരു വിവാദവും ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈ ക്യാൻസർ പോലെയുള്ള ചികിത്സയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ റേഡിയേഷൻ, കീമോ, ആ ഒരു കോമ്പിനേഷനിലാണല്ലോ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം, അതായത് മോഡേൺ മെഡിസിന്റെ ആളുകൾ. അപ്പോൾ ഈ ഇടയ്ക്കാണ് കോടിയേരി ബാലകൃഷ്ണൻ പോലെ ക്യാൻസർ രോഗബാധിതനായി മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കൽ പറയുണ്ടായി, കോടിയേരിക്ക് ഈ റേഡിയേഷനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിക്കുമായിരുന്നു എന്ന് അവരുടെ ഒരു അഭിപ്രായവും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും ഇതൊരു മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. ഏത് രീതിയിലാണ് ഇതിനെ നമ്മൾ ചികിത്സിക്കേണ്ടത്? മോഡേൺ മെഡിസിൻ എന്നുള്ള ആ ഒരു സംവിധാനത്തിൽ, പിന്നെ റേഡിയേഷനും കീമോയും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു സംവിധാനത്തിൽ ചികിത്സിക്കണമോ, അതോ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ അങ്ങനെയുള്ള നാച്ചുറോപ്പതി അങ്ങനെയുള്ള ഒരു ചികിത്സയിലേക്ക് പോകണോ എന്നുള്ള ഒരു തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവാദം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. പിന്നത്തെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിടവാങ്ങലാണ്. ബാംഗ്ലൂരിൽ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത്. തുടർന്ന് 2023 ജൂലൈ 18 പുലർച്ചെയാണ് അദ്ദേഹം മരിക്കുന്നത്. അന്ന് തന്നെ ഭൗതിക ശരീരം ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പിറ്റേ ദിവസം പുലർച്ചെ ആണ് ഇവിടെ നിന്ന് വിലാപയാത്ര കേരളം
കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള ഒരു വിലാപയാത്ര നടത്തിയത്. അത് പിന്നെ അതിനകത്ത് പാർട്ടിയുടെ ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലുമുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വിലാപയാത്രയായിരുന്നില്ല. ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങുകയായിരുന്നു. അവർ വന്ന് 10-12 മണിക്കൂർ കാത്തു നിന്ന് അവസാനമായിട്ട് അദ്ദേഹത്തിന് അശ്രുപൂജ നടത്തി. ഒരുപാട് ഹൃദയഭേദകമായ ദൃശ്യങ്ങളൊക്കെ നമ്മളന്ന് അതിനകത്ത് കണ്ടതാണ്. പിന്നീട് 36 മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലെത്താൻ 36 മണിക്കൂർ എടുത്താണ് ആ വിലാപയാത്ര അവസാനിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിലാപയാത്ര ഉണ്ടായിട്ടില്ല. ചാനലുകളെല്ലാം 2-3 ദിവസം തുടർച്ചയായിട്ട് ഇത് ലൈവ് ചെയ്തുകൊണ്ടിരുന്നു. ആളുകളെല്ലാം കേരളത്തിന് പുറത്തും അതുപോലെ വിദേശത്തുമുള്ള മലയാളികളെല്ലാവരും തന്നെ ഇതിനെ സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ പുതുപ്പള്ളി പള്ളിയില് അവരുടെ പുരോഹിതരെയൊക്കെ അടക്കുന്ന അവിടെയാണ് അദ്ദേഹത്തിന് അവസാന വിശ്രമ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. ആ സ്ഥലം പിന്നീട് ഒരു ആളുകളുടെ ആളുകൾ അവിടെ പ്രവഹിക്കാൻ തുടങ്ങി. അവിടെ ആളുകൾ പിന്നെ അവരുടെ നിവേദനങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് ആ കല്ലറയിൽ ഇട്ടിരിക്കുന്നത് കാണാമായിരുന്നു. വിവിധ ആവശ്യങ്ങൾ അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്നപ്പോൾ നൽകിയ നിവേദനങ്ങൾ പോലെ അവിടെ മരിച്ചതിന് ശേഷവും ആളുകളെത്തി നിവേദനങ്ങൾ സമർപ്പിക്കുന്നത് എന്തൊരു വിസ്മയകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ മരിച്ച് 2 വർഷം ആയിട്ട് പോലും ആളുകൾക്ക് ഇപ്പോഴും ഒരാവശ്യം വരുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പേരാണ് ആദ്യം അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതായത് നമ്മുടെയൊക്കെ കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ ഒരു വലിയ നഷ്ടമെന്ന് പറയുന്നത്, നമുക്കൊരാവശ്യം വന്നാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, പ്രതിസന്ധി ഉണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ ആദ്യം നോക്കുന്നത് എങ്ങനെ ഇത് ഉമ്മൻചാണ്ടി സാറിനോടൊന്ന് സംസാരിക്കാൻ പറ്റും, എങ്ങനെ ഇത് അദ്ദേഹത്തിന്റെ മുന്നിലെത്തിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഗാർഡിയൻ, നമ്മുടെ ഒരു രക്ഷിതാവ്, നമ്മുടെ ഒരു സംരക്ഷകൻ, നമ്മുടെ ഒരു കാവലാൾ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് കാവലാൾ എന്നാണ്. ആ കാവലാൾ നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു കാവലാളെയാണ്. അപ്പം ആ ഒരു കാവലാൾ അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ അടുത്തറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകം എഴുതുമ്പോ പി.ടിക്ക് ഒരു വൈകാരികമായ ഒരു നിമിഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിമിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് നിമിഷമാണ്? അതായത് ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോ പല സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നല്ലോ. അപ്പൊ ഏറ്റവും വൈകാരികമായി തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് ഏതൊരു നിമിഷമാണ്? അത് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയി തോന്നിയ ഒരു നിമിഷം ഏതായിരിക്കും? ഈ ഉമ്മൻചാണ്ടി സാറ് മരണശേഷം ആളുകൾക്ക്, ഒരുപാട് ആളുകളിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അവരെല്ലാം ഓർക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് മിക്ക പത്രസ്ഥാപനങ്ങളും അദ്ദേഹത്തെ കുറിച്ച് ഒരു ലേഖനം എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. ചാനലുകൾ അദ്ദേഹത്തെ കുറിച്ച് ബൈറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് എനിക്കത് ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ പുസ്തകം എഴുതിയപ്പോൾ അതായത് നമ്മൾ എല്ലാ വേദനകളും നമ്മളെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ശമിക്കുമല്ലോ. പക്ഷെ അതിൽ കൂടെ എല്ലാം വീണ്ടും നമ്മളൊന്ന് കടന്നു പോകേണ്ടി വന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം രണ്ടാമത്, എന്റെ കാര്യം മാത്രമല്ല, ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുടെ അവരുടെ കൂടി എല്ലാം സ്മരണകളിൽ കൂടി നമ്മൾ വീണ്ടും കടന്നു പോകേണ്ടി വന്നു. അത് നമുക്ക് ഒരു മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരുപാട് നിമിഷങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ
പലതവണ ഞാനിത് നിർത്തിവെച്ചിട്ടുണ്ടോ, ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല എന്നും പറഞ്ഞിട്ട്. എങ്കിലും ഒരിക്കല് പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് TV രാജേഷ് MLA അങ്ങനെ 1-2 പേരെയും കൂടെ ഇവിടെ ഹൈവേയിൽ വെച്ച് പോലീസ് തടഞ്ഞു. അപ്പൊ അതൊരു സംഘർഷമായി. അപ്പൊ MLA-യുടെ ബോർഡ് വെച്ചിട്ടും പോലീസ് തടഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അത് പ്രശ്നം ഉണ്ടായത്. അപ്പം എന്നിട്ട് അതിനെ കുറിച്ച് അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും എന്നിട്ട് അതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോലീസ് ADGP നിയോഗിക്കുകയും ADGP അതിന്റെ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് എൻ്റെ ഒരു കോപ്പി എൻ്റെ കിട്ടി. അപ്പൊ അതിനകത്ത് പോലീസുകാർക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമല്ല, മറിച്ച് ഇവരെ MLA-മാരുടെ ഭാഗത്തു നിന്നാണ് അതിന്റെ വീഴ്ച ഉണ്ടായെന്നും പറഞ്ഞായിരുന്നു റിപ്പോർട്ട്. അപ്പൊ ഞാനത് പിന്നെ ഗവൺമെന്റിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടാണല്ലോ, അതുകൊണ്ട് ഞാനത് ചില ചാനലുകളിൽ ഞാനതിന്റെ ഒരു സംഗ്രഹം നമ്മൾ പറഞ്ഞ് ചോർത്തി കൊടുത്തു എന്ന് വേണേൽ പറയാം. അപ്പൊ എന്നിട്ട് അത് കൈരളി ചാനൽ അത് വലിയ വാർത്തയാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പിന്നെ ഇങ്ങനെ രഹസ്യ റിപ്പോർട്ടുകൾ ചോരുന്നു, അപ്പൊ പ്രസ് സെക്രട്ടറി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയാണത്. അപ്പൊ അസംബ്ലി നടക്കുന്ന സമയമായതുകൊണ്ട് അതൊരു വലിയ വിഷയമായി കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഒരു സബ്മിഷനായിട്ടും അവതരിപ്പിച്ചു. അപ്പം എന്നോട് ഇത് വാർത്ത വന്നപാടെ എന്നോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സബ്മിഷൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി സാറ് സാധാരണഗതിയില് നമുക്ക് പറഞ്ഞു നിൽക്കാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങളുടെ അവിടെ നിന്നും ഇതുപോലെയൊക്കെ ഒരുപാട് വാർത്ത ചെയ്തിരുന്നില്ല. ആ ഇടയ്ക്ക് ഈ BS-ന്റെ സ്റ്റാഫിനെയൊക്കെ വാർത്ത ചോർത്തിയതിന്റെ പേരിലൊക്കെ പുറത്താക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ലൈൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ രീതിയിൽ പറയാം എന്ന മട്ടിലാണ് പറഞ്ഞത്. പക്ഷെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് എന്റെ ഭാഗത്തു നിന്ന്, എന്റെ ഓഫീസിൽ നിന്ന് ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. അപ്പം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എനിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഖേദപ്രകടനം നടത്തിയത് എന്ന് എനിക്കൊരു വലിയൊരു വേദനയായിട്ട് മാറി. അപ്പൊ അന്ന് രാത്രി തന്നെ ഞാൻ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോയി പറഞ്ഞു, ഫയലുകൾക്ക് ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുക. അപ്പൊ എന്നോട് എന്താ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഇനി തുടരാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാനൊന്ന് മാറി നിൽക്കാം എന്ന് കരുതുക എന്ന് പറഞ്ഞു. അപ്പൊ സാർ ഇങ്ങനെ ഫയലിനകത്തുനിന്ന് തല ഇങ്ങനെ കുപ്പിട്ട് ഇങ്ങനെ ചോദിച്ചു, എടോ ഇങ്ങനെയൊക്കെ രാജിവെക്കാൻ പോയാൽ ഞാനൊക്കെ ഡെയിലി രാജിവെക്കണ്ടേ? പിന്നെ ഇതിനെയൊന്നും വ്യക്തിപരമായിട്ട് എടുക്കരുത്, ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതിപ്പോ രാഷ്ട്രീയമായിട്ട് അതിനെ നമുക്ക് നേരിടാനും പറ്റണം എന്ന് പറഞ്ഞിട്ട് എന്നെ പൂർണ്ണമായിട്ട് പുള്ളി സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ എത്രയോ തവണ പിന്നെ അറിയാലോ, നമ്മുടെ പിന്നെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകും, നമ്മുടെ ഭാഗത്ത് നിന്ന് പാകപ്പിഴകൾ ഉണ്ടാകും, പിന്നെ അശ്രദ്ധ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെയൊക്കെ ഇങ്ങനെ കൈവെള്ളയിലാണ് സംരക്ഷിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മളെ എറിഞ്ഞു കൊടുക്കത്തില്ല, നമ്മളെ കൈവിടത്തില്ല. അങ്ങനെ ഒരു സംരക്ഷണം, ഒരു പൂർണ്ണ സംരക്ഷണം, അതെനിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ആ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം സംരക്ഷണം കിട്ടുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, കേരളത്തില് നാഷണൽ ഗെയിംസ് നടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പരിപാടിയാണ്. എവിടെ വേണമെങ്കിലും അഴിമതി ഉണ്ടാകാം. ഉദ്യോഗസ്ഥർ അപ്പോൾ അന്ന് പ്രതിപക്ഷം ഇതിനെതിരെ ആഞ്ഞടിച്ചു. നാഷണൽ ഗെയിംസ് നടക്കാൻ പോവുകയാണ്, വൻ തൂർത്താണ് നടക്കാൻ പോകുന്നത്, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം അടുത്ത ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് വരുമ്പോൾ ഒറ്റ വിധത്തിനെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഭീഷണി മുഴക്കിയതോടുകൂടി ഉദ്യോഗസ്ഥരെല്ലാം വരണ്ടു. അവരാരും ഇതുമായിട്ട് സഹകരിക്കാൻ മേലാത്തൊരവസ്ഥ വന്നു. ഉമ്മൻചാണ്ടി സാറ് ഒരു അടിയന്തര ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മിനിറ്റ്സിനകത്ത് എഴുതിക്കൂ, ഇതിനകത്ത് വരുന്ന ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അന്ന് മുഖ്യമന്ത്രിക്കായിരിക്കും, അല്ലാതെ ഒറ്റ ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാകുകയില്ല എന്ന് അവിടെ വെച്ച് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അദ്ദേഹം പ്രഖ്യാപനം നടത്തി. അപ്പൊ ആ ഒരു പ്രഖ്യാപനം കിട്ടിയതോടുകൂടി ഉദ്യോഗസ്ഥരെല്ലാം ഉഷാറായി. കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ നാഷണൽ ഗെയിംസ് ഇവിടെ നടന്നു. അതേക്കുറിച്ച് ഒരാക്ഷേപം പോലും ഉണ്ടായിട്ടില്ല. അതായത് മുന്നിൽ നിന്ന് സംരക്ഷിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ
ഈ പറയുന്നത് പോലെ കൂടെ നിൽക്കുന്നവരും ഉദ്യോഗസ്ഥരുമല്ല. നമ്മളിപ്പോ ഒരു തെറ്റായ കാര്യത്തിന് നമ്മളെ സംരക്ഷിക്കണമെന്നല്ല ആവശ്യപ്പെടുന്നത്. കാരണം ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായ വലിയ തോതിലുള്ള അറ്റാക്കുകൾ ഉണ്ടാകും. അന്നേരം നമ്മളെ രക്ഷിക്കാൻ ഒരു കൈത്താങ്ങായിട്ട് കൂടെ നിൽക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾക്കെല്ലാം ആ സംരക്ഷണം കിട്ടിയവരാണ്. ഇനി വിസ്മയകരമായ ഒരു ജീവിതത്തെ വിസ്മയകരമായി കണ്ട് പൂർത്തിയാക്കിയ ഈ പുസ്തകം, അതിന്റെ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചത് വളരെ സന്തോഷം. അപ്പോൾ ഈ വിസ്മയകരമായ ഈ ഏഴാം ദിവസത്തിനുള്ളിൽ 3 പതിപ്പുകൾ ഇറങ്ങി. വളരെ ഉമ്മൻചാണ്ടി എന്ന ഒരു മഹത് വ്യക്തിത്വത്തെ കുറിച്ച് ഈ ലോകത്തോട് പറയാൻ അങ്ങ് കാണിച്ച ഈ ഒരു സമയത്തിനും ഞങ്ങളുടേതായ രീതിയിലുള്ള നന്ദി പറയുന്നു. നമസ്കാരം. നമസ്കാരം പി ടി. താങ്ക് യു എവരിബഡി.